ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് റജബിൻ്റെ നോമ്പാണ്. അപ്പോൾ ഇന്നിപ്പോൾ നേരത്തെ 4 മണിക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്തായം കഴിച്ചു. അപ്പോൾ 5:10 കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് കുത്തി ചാർജിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ കിടക്കുന്നില്ല കേട്ടോ. ഇനി എന്താ വെച്ചാൽ ഇപ്പം ബാങ്ക് കൊടുക്കും. അതുപോലെ തന്നെ ഇനി അവൾക്ക് സ്കൂളിൽ പോകാൻ അവളെ വിളിക്കണം. അപ്പോൾ അതിനായിട്ട് ഇനിയിപ്പോൾ കിടക്കുന്നില്ല. അപ്പോൾ അത്താഴമൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങൾ സിങ്കിലായിട്ടുണ്ട് കേട്ടോ, കഴിച്ചതൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് കഴുകി വെക്കട്ടെ. അപ്പോൾ വീഡിയോസ് വരാൻ ഒത്തിരി നേരം വൈകിട്ടോ. ഞാൻ ഇത് നോമ്പിൻ്റെ പിറ്റേ ദിവസം തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ചാനലിടണമെന്ന് വിചാരിച്ചതായിരുന്നു. നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി. തിരക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. അങ്ങനെയെല്ലാം പോയി സ്കൂളിലെ മീറ്റിങ്ങിന് പോയി. അടുത്ത മാസമാണ് മോളെല്ലാം പരീക്ഷ കേട്ടോ, 9ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ഇവിടെ അടുത്ത മാസം തൊട്ടിട്ടാണ്. അപ്പം അതിൻ്റെ എല്ലാം മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് വീഡിയോസൊക്കെ ഇടാൻ നേരം വൈകിയത്. എന്താ വെച്ചാൽ ഒരു വീഡിയോസ് ഇടുമ്പോൾ ഒരുപാട് പണിയുണ്ട് കേട്ടോ. അത് എഡിറ്റ് ചെയ്യണം, അതുപോലെ വോയിസ് കൊടുക്കണം അതിന്, പിന്നെ അങ്ങനത്തെ എല്ലാം ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഒത്തിരി നേരം എടുത്തിട്ടാണ് വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ, ഞാൻ മാത്രമല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വീഡിയോസ് ഇടുന്ന ആൾക്കാർ. പിന്നെ ഇതിന് നമ്മൾ ടൈം കണ്ടെത്തി തന്നെ വേണം കേട്ടോ. അപ്പോൾ റജബിൻ്റെ നോമ്പിൻ്റെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ, കണ്ടു നോക്കുക. നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുകയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി തരിക, കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ മോളൊക്കെ സ്കൂളിൽ അയച്ചു ഞാൻ. അപ്പോൾ സിമ്പുട്ടൻ ഇങ്ങനെ ഒരു ഉറക്കമുണ്ട് കേട്ടോ. രാവിലെ തന്നെ അവന് സുബൈക്ക് എണീച്ചിട്ട് അവന് ഫ്രഷ് ആവാനെല്ലാം പോയി പുറത്ത്, എന്നിട്ട് തിരിച്ചു വരും പറഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി അങ്ങനെ കിടക്കും. അപ്പോൾ ഞാനും സിമ്പുട്ടനും കൂടിയിട്ട് ഒന്നങ്ങ് കിടന്നതാട്ടോ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ എണീച്ചത്, നമുക്ക് വൈകുന്നേരം നോമ്പറക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്തത് കുറച്ച് നെയ്യപ്പം ഉണ്ടാക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പച്ചരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ മിക്സിയിൽ അരക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നമ്മളെ എന്താ പറയുക മൈദയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പം നമ്മൾ ചെയ്യുന്നത് നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നെയ്യപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി ഞാൻ ഒഴിച്ചിട്ട് ഇതൊന്ന് അടിച്ചിട്ട് ഒന്ന് മൂടി വെക്കട്ടെ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് വെക്കണമല്ലോ. അപ്പോൾ ഞാൻ അത് ഒന്ന് അടിച്ചിട്ട് അങ്ങ് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കുഴച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത്, അപ്പോൾ ഇതുപോലെ ഉണ്ട പിടിച്ചിട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാതും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് മാറ്റി വെക്കുക കേട്ടോ. നമുക്ക് പ്രസ്സിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതാ ഇതൊന്ന് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങനെ ഒന്ന് നമ്മൾ ഒരു ഇത് വെച്ച് കൊടുത്തിട്ട് വേണം പരത്താൻ, അല്ലെങ്കിൽ പിന്നെ ഒട്ടിപ്പിടിക്കലായിരിക്കും. അപ്പോൾ ഇതാ എല്ലാം കൂടി ഒന്ന് ഞാൻ പരത്തിയിട്ടൊന്ന് റെഡിയാക്കി വെക്കട്ടെ. ഇപ്പം ഞാൻ പത്തിരി ചുടുന്നില്ല, വെറും പരത്തി വെക്കുന്ന ആളുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ പിന്നെ നേരെയില്ല, അതുകൊണ്ടാണ് ഞാൻ വേഗം ഇതൊന്ന് പരത്തിയിട്ടൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മൊത്തത്തിലുള്ള പത്തിരിയൊക്കെ ഇവിടെ പരത്തിയിട്ട് ഞാനിങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കറിക്കുള്ള പരിപാടി നോക്കട്ടെ കേട്ടോ. പോത്ത് വറുത്തരച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പോത്ത് ഇതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ട് നമുക്ക് നെയ്യപ്പത്തിലേക്ക് ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മളെ നെയ്യപ്പത്തേക്കുള്ള കൂട്ടിനൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് പിന്നെ ഞാൻ മൂടി വെക്കും കേട്ടോ. ഇപ്പോഴൊന്നും ഞാൻ പൊരിക്കുന്നില്ല.
എന്താ വെച്ചാൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പൊരിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞാൻ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇനി ഞാൻ തൈര് കാച്ചണം. അപ്പോൾ തൈരിക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്ത് നമ്മൾ പാല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തായിട്ട് ഞാൻ നമ്മളെ കറിക്കും വേണ്ടിയിട്ട് ഞാൻ ചട്ടിയിൽ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരച്ചത് പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോത്തിന് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഇറച്ചി വേവിക്കുമ്പോൾ തന്നെ അതിൽ ഞാൻ മുളകും മഞ്ഞളും മല്ലിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തരിയിൽ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. അതുപോലെ തന്നെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റവ ഒന്ന് വറുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ വെന്ത് എടുക്കുന്ന ഇതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇറച്ചിട്ടോ പകുതി വേവാന്നേ ഞാൻ ആക്കിയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ള കറി കേട്ടോ വെക്കണത്. അപ്പോൾ ഞാൻ പകുതി വേവായിട്ടുണ്ട്. പകുതി ഇനി നമ്മളെ ചട്ടി കിടന്നിട്ട് വേവട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങ് അങ്ങിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാം കിടന്ന് അങ്ങ് വേവട്ടെ. അപ്പോൾ അതും കൂടി അങ്ങിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് തരിയിലേക്ക് നമ്മൾ ഏലക്കായ ഒന്ന് കുത്തിയത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി അതങ്ങ് മൂടി വെക്കാം. ഇനി വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തരച്ചത് അങ്ങ് വീത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി തരിയിലേക്ക് ഞാൻ ഒന്ന് വറവിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെറിയ ഉള്ളി വറുത്തിട്ടാണ് കേട്ടോ തരിയിലേക്ക് വീതി കൊടുക്കൽ ഞാൻ. അപ്പോൾ അതും തരിയും അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നെയ്യപ്പം പൊരിക്കാൻ നോക്കുകയാണ്. എന്താ വെച്ചാൽ വൈകുന്നേരത്തെ സമയമാവുന്നുണ്ട്. അപ്പോൾ ബാങ്ക് കൊടുക്കാനെല്ലാം ടൈമായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നെയ്യപ്പം കൂടി അങ്ങ് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി പൊരിച്ചെടുത്താൽ എനിക്കിനി പത്തിരി ഒന്ന് ചുട്ടെടുക്കണം, ജ്യൂസ് ഉണ്ടാക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞാൻ പത്തിരിയും കൂടി 2 കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ വേഗം ആയി കിട്ടട്ടെ വെച്ചിട്ടാണ്. എന്താ വെച്ചാൽ നമുക്ക് നോമ്പുള്ള കാരണം ബാങ്ക് കൊടുക്കുമ്പോഴത്തേനൊക്കെ കഴിയണമല്ലോ. അപ്പോൾ ഞാൻ 2 എണ്ണത്തിൽ വെച്ചിട്ടാണ് എപ്പോഴും അങ്ങനെ 2 എണ്ണത്തിൽ വെച്ചിട്ടല്ല കേട്ടോ ഉണ്ടാക്കൽ. ഇങ്ങനെ നോമ്പ് കാലെല്ലാം വന്നിട്ടുണ്ട് വെച്ചാൽ 2 എണ്ണത്തിൽ വെച്ചിട്ടാണ് പത്തിരിയൊക്കെ ചുട്ടെടുക്കൽ കേട്ടോ. പിന്നെ എന്നാൽ വേഗം അങ്ങ് പണിയൊക്കെ കഴിയുമല്ലോ. എന്താ വെച്ചാൽ ഭയങ്കര ക്ഷീണമായിരിക്കും, കാര്യങ്ങളൊക്കെ ആയിരിക്കും നോമ്പിന്. അപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് അങ്ങ് കഴിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകം ഒക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി അങ്ങ് ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറി അങ്ങ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതായിട്ടൊന്നും ഇതിക്ക് ഒന്നും ഉള്ളിയോ ഒന്നും ഞാനൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ കറിയിൽ ഈ തേങ്ങ വറുത്തരച്ച് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കുറച്ച് സുർക്കയും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ റെഡി ആയിട്ടുണ്ട്, കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചത് നമ്മളെ കയ്യിൽ പപ്പായ ഉണ്ടായിരുന്നു, പപ്പായ ഐസ്ക്രീമൊക്കെ ഇട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നോമ്പറക്കുമ്പോഴത്തേനും ഞാൻ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും